ഇലക്ഷന്റെ റിസൾട്ട് വന്ന ദിവസമാണ്. അതിൽ ഒരുപാട് സന്തോഷം തോന്നിയത് വേറൊന്നുമില്ല. മോട്ടോർ വാഹന മേഖല തകർത്തവരെ ജനം തകർത്തെറിഞ്ഞു. അത്രയും കൂട്ടിയേച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു. കേരളത്തിലെ പൊതുഗതാഗതത്തെയും സ്വകാര്യ ബസ്സുകളെയും ടൂറിസ്റ്റ് ബസ്സുകളെയും തകർത്ത് കളഞ്ഞവർക്ക് ജനങ്ങൾ നൽകിയ മറുപടി, ജനാധിപത്യം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. വണ്ടിപ്പണിക്കാർക്കെല്ലാം ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം. ആ ഒരു സന്തോഷ നിമിഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പം കണ്ടില്ലേ, ഇതാണ് ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ച് വലതുപക്ഷത്തിനെ വിജയിപ്പിച്ച് ഇവിടെ അധികാരത്തിൽ വലതുപക്ഷം വന്ന സമയത്ത് ബസ് തൊഴിലാളികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ഞങ്ങളെ ഈ കുരുക്കിലാഴ്ത്തുന്ന അല്ലെ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കുന്ന ഇടതുപക്ഷത്തിനെയും ഇടതുപക്ഷത്തിൻ്റെ അനുയായികളെയും എല്ലാം ഞങ്ങളങ്ങ് തോൽപ്പിച്ചു. KB ഗണേഷ് കുമാറിനെ ഞങ്ങൾ തോൽപ്പിച്ച് വീട്ടിലിരുത്തി. പുതിയ നയങ്ങൾ കൊണ്ടുവരുന്ന ലൈസൻസ് ടെസ്റ്റിലും പുതിയ വലിയ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന വാഹനങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ബോധ്യമൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഗതാഗത മന്ത്രിയെ ഞങ്ങൾ തോൽപ്പിച്ചു. അതിൽ കൂടി ഞങ്ങൾക്ക് എന്തോ വലുത് കിട്ടി എന്നൊക്കെ ആഗ്രഹിച്ച് വലിയ രീതിയിൽ മെഴുകിയിരുന്ന ആളുകളുടെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇനി നിങ്ങളെ ഞാൻ അതിൻ്റെ മറ്റൊരു വശം കൂടി കാണിച്ചു തരാം. ഏകദേശം അധികാരത്തിൽ വന്ന് 2 മാസങ്ങൾ തികയ്ക്കുന്നതിന് മുൻപ് ഇവരനുകൂലിച്ചിരുന്ന പാർട്ടിയെ പറ്റി അവർ പറയുന്നൊരു വേറൊരു കാര്യം. ഞങ്ങളുടെയൊക്കെ വീട്ടിലൊന്നും വന്നു നോക്കി, സർക്കാർ ഞങ്ങളുടെ വീട്ടിലൊന്നും വന്നു നോക്ക്. പ്രിയദർശിനി കാരണം ഞങ്ങൾ ബാധിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു ദിവസം വന്നു നോക്കി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. 1000 രൂപയ്ക്ക് പണിയും 1000 രൂപ തീർന്നിട്ടാ പോണത്. സത്യം പറഞ്ഞ വീട് അത് ഈ പാട്ടൊക്കെ നോക്കി നിങ്ങൾ, ഇതൊക്കെ നമ്മുടെ അവസ്ഥ നോക്കി. ഇതൊക്കെ ആരോട് പറയാനാ? സത്യം പറഞ്ഞത് ഒരു പാന്റും ഷർട്ടും മേടിച്ച് എത്ര ദിവസം അറിയോ? എന്ന് നമ്മൾക്ക് ഒന്നും മേലാത്ത അവസ്ഥ. സത്യം പറയാം, ഡ്രൈവർക്ക് 1200 ഉണ്ട്, കണ്ടക്ടർക്ക് 1100 ഉണ്ട് എന്ന് പറയുന്നത് പ്രൈവറ്റ് ശമ്പളമാണ്. പക്ഷെ ഇപ്പൊ പ്രിയദർശൻ വന്നതോടുകൂടി ഈ ശമ്പളം ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾക്ക്. എല്ലാ ദിവസവും ഞങ്ങളുടെ മുതലാളി വന്നിട്ട് പേപ്പർ മേടിച്ചോളാം. സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ നമുക്ക് എന്നാൻ പറ്റും? ഞങ്ങളുടെ ശമ്പളത്തിൽ ഞങ്ങൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ഞങ്ങൾ ഈ പ്രൈവറ്റ് സാരം കൂടെ ചേർത്ത് നിർത്തുക, അതാ എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെ അന്ന്. കാരണം നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മൾ പറഞ്ഞാൽ വേറെ പണിക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയുള്ള സാഹചര്യം. 10,000-15,000 പ്രൈവറ്റ് ഉണ്ടായിരുന്നു. ഇന്നത് 3,000 5,000 ആയി, 5,000 6,000 ആയി. കുറഞ്ഞു. പക്ഷെ അത് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ ഓരോ ദിവസം പോകുന്ന കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മാത്രമാണ് ഈ ഓരോ ബസ്സുകളും കുറയുന്നത്. എൻ്റെ പൊന്നെ, പടക്കം പൊട്ടിച്ചവന്മാരും പായസം വെച്ചവന്മാരും എല്ലാം അടപടലം തേഞ്ഞൊട്ടി മൂഞ്ചി കുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ചിരിക്കാൻ പാടില്ല, പക്ഷെ ചിരിച്ചു പോവുകയാണ് ഇവരുടെ ഈ ഒരു പരാമർശം കാണുമ്പോൾ, ഇവരുടെ ഈ ഒരു വിഷമം കാണുമ്പോൾ, ഇവരുടെ ഈ ഒരു കരച്ചിൽ കാണുമ്പോൾ. പിണറായി വിജയനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ VD സതീശൻ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് അങ്ങ് കൊടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വിജയിപ്പിച്ച് വിട്ടതാണ്. അണ്ണാക്കിലും അന്നനാളത്തിലും ശരിക്കും കിട്ടി, ശരിക്കും കൊടുത്തു, നല്ല രീതിയിൽ കിട്ടി ബോധിച്ചു എന്നുള്ളൊരു കാഴ്ച കൂടിയാണ് നിങ്ങൾ കാണുന്നത്. ഇതിലും ഗതികെട്ടവൻ വേറെ ഉണ്ടാകുമോ ദൈവമേ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്തൊരവസ്ഥയാണല്ലേ. പാവം പിടിച്ചവന്മാർ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്തൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ തോൽവിയിൽ പടക്കം പൊട്ടിച്ചൊരു മകനെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. മലപ്പുറത്ത് എവിടെയോ ഉള്ളവനാണവൻ. എന്നിട്ട് ഒരു പടക്കം എടുത്തെറിഞ്ഞിട്ട് എന്തൊരു സന്തോഷമാണ്, ഞാനങ്ങ് ആത്മപുളകിതം കൊള്ളുകയാണ്, എനിക്കങ്ങ് ആത്മസംതൃപ്തിയായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ മെഴുകലായിരുന്നു. ഇന്നിപ്പോൾ എവിടെയാടാ മോനെ നീ? ഇന്ന് ആ ഒരു പടക്കം 5 രൂപ കൊടുത്തിട്ട്, വെറും 5 രൂപ കൊടുത്തിട്ട് ഒരു ഓലപ്പടക്കം മേടിക്കാനുള്ളൊരു ഗതി നിനക്കുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യം മതി, ബാക്കിയെല്ലാം മനസ്സിലായിക്കോളും. ഈ ഒരൊറ്റ കാര്യം മാത്രമല്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്നത്, വേറൊരു കാര്യം കൂടിയുണ്ട്. അതുകൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇപ്പം ഞാൻ ആ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പണ്ടത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ ആ പണ്ടത്തെ വീഡിയോ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതാണ്, ഇന്നിങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കും. എന്നാൽ ഇന്നത്തെ കാര്യം കൂടി കാണിച്ചു തരാം. ഒരു സ്റ്റാഫിനെ ഒഴിവാക്കി ഞാൻ തന്നെ ജോലി എടുക്കാം. അപ്പോൾ രാവിലെ ഓടിയിട്ട് ഒക്കുന്നില്ല. ഡീസലിന് എണ്ണക്കായ്ക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ ആ ബസ്സിൽ കയറി ഓടിച്ച അവസ്ഥയായി. അതേ വരവേൽപ്പിൽ അതേ അവസ്ഥയാണ്. ഇത് ചെയ്യാനാ പെട്ടെന്നുണ്ടായത് പരിഹരിക്കുമെന്നാണല്ലോ മന്ത്രി CP ജോൺ പറയുന്നത്. പറയുന്നുണ്ട് എന്നല്ലാണ്ട് പക്ഷെ ഒരു മുന്നേറ്റവും ഇല്ല. അയ്യോ, ഒരു തൊഴിലാളിയെ കുറച്ച് മുതലാളിക്ക് കയറി ജോലി ചെയ്യാം, ബാക്കിയുള്ളവർക്ക് കൂലി കൊടുക്കണ്ടേ? കൊടുക്കണം. ഒരു 800-900 രൂപ ബാലൻസ് ആയി കിട്ടും. അതിനെ കൊണ്ടാണ് ഞാൻ വരുന്നത് രാവിലെ തന്നെ. നമ്മുടെ ബസ്സിലെ ആൾക്കാരാണോ? പേരെന്താ? അമൽ. ആളൊക്കെ കയറുന്നുണ്ടോ? ആണ്. പ്രിയദർശിനി പക്ഷേ മലബാറിലേക്ക് കുറവാണെന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ മുക്കം തിരുവമ്പാടി മലയോര മേഖല, തിരുവമ്പാടി ഡിപ്പോ അല്ലേ? താമരശ്ശേരി, തിരുവമ്പാടി, മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി ഈ ഡിപ്പോ ഒക്കെ വരുന്ന വണ്ടികൾ, ഈ താമരശ്ശേരി വഴി വരുന്ന വണ്ടികൾക്കും തിരുവമ്പാടി വരുന്ന വണ്ടികൾക്കൊക്കെ കണ്ടില്ലേ, വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ അതേ അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ എന്നാണ് ആ ബസ്സിൻ്റെ മുതലാളി പറയുന്നത്. അതായത്
ആ ബസ്സിൻ്റെ മുതലാളിയും തൊഴിലാളിയും എല്ലാം ഞങ്ങൾ തന്നെയാണ്. ഈ ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങളിൽ പിണറായി വിജയൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും ഇരുന്നപ്പോൾ. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തിന് ശേഷം രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വീണ്ടും വന്ന സമയത്ത്, തുടർഭരണം കിട്ടിയ സമയത്ത്, രണ്ടാം പിണറായി വിജയൻ്റെ ആ ഒരു ഭരണ സമയത്ത് തന്നെ ഗതാഗത മന്ത്രിയായിട്ട് KB ഗണേഷ് കുമാറിനെ പരിഗണിക്കുകയും ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ട് വന്ന സമയത്ത് എന്തൊക്കെ വികസനങ്ങളാണ് ഉണ്ടായത്, എന്തൊക്കെ വിപ്ലവാത്മകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്. KSRTC നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയിട്ടിരുന്ന, കൊങ്ങികൾ മുടിപ്പിച്ചിട്ടിരുന്ന KSRTC എന്ന് പറയുന്ന ഒരു പൊതുഗതാഗത മേഖലയെ കൈ പിടിച്ചുയർത്തിയത് ആരാണ്? ഗണേഷ് കുമാറും പിണറായി വിജയനും ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു സ്വഭാവം, ആ ഒരു കർക്കശ സ്വഭാവം കൊണ്ട് മാത്രമാണ്. അങ്ങനെ കൈ പിടിച്ചുയർത്തിയ KSRTCയെ, അങ്ങനെ പുതിയ ജീവിതം, പുനർജീവനം നൽകിയ KSRTCയെ ഇന്ന് വീണ്ടും പൂക്കിയ അടിമകൾ വന്ന് നശിപ്പിച്ച് നാറാണക്കല്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്നല്ല, മറ്റ് പല സൈഡിൽ നിന്നും KSRTC കൂടി മുടിപ്പിച്ചിരിക്കുകയാണ്. KSRTCയുടെ ബസ്സുകൾ പലയിടങ്ങളിലും സർവീസുകൾ റദ്ദാക്കുന്നു. 1000-ലധികം ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാവുന്നു, കട്ടപ്പുറത്തേക്ക് കയറാൻ പോകുന്നു. പിന്നെ പ്രിയദർശിനി ബസ്സുകൾക്ക് ടയർ പോലും ഇല്ലാത്തൊരു സാഹചര്യം പടുത്തുയർത്തുന്നു. അങ്ങനെ പ്രിയദർശിനി ബസ്സുകൾ ഡിപ്പോകളിൽ, പല ഡിപ്പോകളിലും ടയർ ഇല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു. അത് ടയർ വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ടല്ല, എല്ലാം കടക്കണിയിലാണ്. എന്നിരുന്നാലും ടയർ വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ടല്ല, അതിൻ്റെ ടയർ എടുത്തിട്ട് ഈ സൂപ്പർ ഫാസ്റ്റിനും മറ്റുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾക്കും ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഇട്ടാലല്ലേ കുറച്ച് ഓട്ടം ഓടിക്കഴിഞ്ഞാൽ അതൊന്നും നികത്താൻ പറ്റൂ. വലിയ രീതിയിൽ CP ജോൺ ഈ പറയുന്ന സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് വേണ്ടി എന്തോ ചെയ്യുമെന്ന് ഞാനിങ്ങനെ കേട്ടായിരുന്നു. ഞാൻ മാത്രമല്ലല്ലോ കേട്ടോ, നിങ്ങളും കേട്ടില്ലേ? സ്വകാര്യ ബസ്സുകളിൽ പരസ്യം ചെയ്യാം. ഈ കാണുന്ന ഭാഗത്തും ആ കാണുന്ന ഭാഗത്തും ഇതിൻ്റെ വെളിയിലുമൊക്കെ പരസ്യം ഒട്ടിക്കാം. അങ്ങനെ പരസ്യം ഒട്ടിച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഇതര വരുമാനമായി. പിന്നെ കൊറിയർ സർവീസ് നല്ല അടിപൊളിയായിട്ട് അങ്ങ് പത്തനംതിട്ടയിൽ നിന്ന് വേണമെങ്കിൽ തിരുവനന്തപുരം വരെ ഒരു കൊറിയർ സർവീസ് അങ്ങ് നടത്തിക്കൂടെ? അതും ഒരു വരുമാനമല്ലേ? അതിൻ്റെ എത്രത്തോളം വെയിറ്റ് കയറ്റാൻ പറ്റുമെന്നും എത്രത്തോളം ഹൈറ്റിൽ കെട്ടിവെക്കാൻ പറ്റുമെന്നുള്ളതുമൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു തരാമെന്നായിരുന്നു CP ജോൺ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കിനി സ്റ്റിക്കർ വർക്ക് ചെയ്യാം. ലക്ഷങ്ങൾ മുടക്കി അല്ലെങ്കിൽ കോടികൾ മുടക്കി ബസ്സിൻ്റെ പെയിൻറ്റും ചെയ്ത് സ്റ്റിക്കർ വർക്കുമൊക്കെ ചെയ്ത നിങ്ങൾക്ക് പരസ്യം ഒട്ടിക്കാം. അല്ലെങ്കിൽ പാർലേജി ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഗുഡ് ഡേ കുക്കീസ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. അത് അകത്തും പുറത്തും എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം, ഒരു പ്രശ്നവുമില്ല. KSRTC പോലെ അത്രയും വൃത്തിയുള്ള വണ്ടിയൊന്നും അല്ലല്ലോ നിങ്ങളുടേത്. അങ്ങനെ ഒരു ചിന്താഗതി കൊണ്ടായിരിക്കാം CP ജോൺ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ രീതിയിൽ പറഞ്ഞത്. നല്ല ദീർഘവീക്ഷണമുള്ള, വാഹനത്തിൻ്റെ ലൈസൻസ് പോലും ഇല്ലാത്ത ഒരു വണ്ടി, ഒരു ബൈക്കിൻ്റെ പോലും ലൈസൻസ് ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഇന്നത്തെ ഗതാഗത മന്ത്രി എന്നുള്ള സത്യം എത്രത്തോളം അറിയാം, എത്രത്തോളം ആളുകൾക്ക് അറിയാം? ആ ഒരു വാസ്തവം അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഹെവി ലൈസൻസും എല്ലാം ഉണ്ട്. ലൈസൻസിന് ഒരു പ്രധാന പങ്കുണ്ട് കേട്ടോ ഗതാഗത മന്ത്രി എന്ന് പറയുന്നൊരു മനുഷ്യന്, അല്ലെങ്കിൽ ഒരു ഗതാഗത മന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത്. കാരണം ഒരു വൈദ്യുതി മന്ത്രി എന്ന് പറയുന്നൊരു മനുഷ്യൻ എങ്ങനെയാണ് കറണ്ട് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അത് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തും, അത് തന്നെയാണ് കറണ്ട് എന്ന് പറയുന്ന രീതിയെ അല്ലല്ലോ നമ്മളിപ്പോൾ നോക്കുന്നത്. ഒരു ഗതാഗത മന്ത്രി എന്ന് പറയുമ്പോൾ വാഹനത്തിൽ കീയിട്ട് തിരിച്ച് വണ്ടിയെടുത്ത് ഓടിക്കുമ്പോൾ വണ്ടി ഓടും, അതാണ് വണ്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്ന ഒരാളിനെയും അല്ല നമുക്ക് ആവശ്യം. എന്താണെന്നും എങ്ങനെയാണെന്നും അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നും അറിയാവുന്ന, വാഹനത്തിൻ്റെ മെയിൻ്റനൻസിന് എത്ര കോസ്റ്റ് വരുമെന്ന് അറിയാവുന്ന, ഒരു വാഹനം എത്ര രീതിയിൽ എത്ര സ്പീഡിൽ ഓടിക്കാൻ പറ്റുമെന്ന് അറിയാവുന്ന, വാഹനത്തിൻ്റെ എൻജിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ പ്രവർത്തനക്ഷമത എത്രത്തോളം ഉണ്ടെന്നറിയാവുന്ന അങ്ങനെ ഒരു മനുഷ്യനെ അല്ലേ നമുക്ക് ഒരു ഗതാഗത മന്ത്രിയായിട്ട് വേണ്ടത്. എന്നാൽ ഇവിടുത്തെ ഗതാഗത മന്ത്രിക്ക് ലൈസൻസും ഇല്ല, വണ്ടി ഓടിക്കാൻ അറിയത്തുമില്ല, വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ പോകാൻ മാത്രം അറിയാം. എന്നിട്ട് പറയുകയാണ് ടിക്കറ്റ് ഇതര വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം ചെയ്യും. ഇതിപ്പോൾ ചോറ് കഴിക്കാത്ത ഒരുത്തൻ്റെ അടുത്ത് ചോറിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നൊരു അവസ്ഥ പോലെയുണ്ട്. ഇത് കഴിച്ചാലല്ലേ എല്ലാവർക്കും അറിയുള്ളൂ എന്താണ് സാധനമെന്നും എങ്ങനെയാണ് സാധനമെന്നും. അല്ലെങ്കിൽ നിങ്ങൾ ഉപ്പ് കഴിച്ചിട്ടില്ല, നിങ്ങൾ എന്നിട്ട് പറയാണ് നിങ്ങൾ ഉപ്പ് കഴിക്കണം, ഉപ്പിന് നല്ല മധുരമാണെന്ന് എന്ന് പറയുന്നത് പോലെയാണോ CP ജോൺ സാറേ നിങ്ങളുടെ ഒരു പരാമർശം? വിസ്മയം, മഹാവിസ്മയം, പൂക്കി വിസ്മയം. ഈ വിസ്മയങ്ങൾ എന്നും തുടരും. ആ വിസ്മയങ്ങൾ കാണുമ്പോൾ വിഷമമുള്ളവർ വേണമെങ്കിൽ കേരളം വിട്ട് മറ്റു പല സംസ്ഥാനങ്ങളിൽ പോയി ജീവിച്ചോണം. എന്തിനാണ് ഇവിടെ കെട്ടിത്തൂങ്ങി കിടക്കുന്നത്? വല്ലതും കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഉരുട്ടിക്കരി തരും നിങ്ങളുടെയൊക്കെ അണ്ണാക്കിലേക്ക് നല്ല രീതിയിൽ. പട്ടിണിയും പരിവട്ടവുമായിട്ട് സ്വകാര്യ ബസ് തൊഴിലാളികൾ ഇന്ന് തെണ്ടുകയാണ്, പെരുവഴിയിൽ ഇറങ്ങി തെണ്ടുകയാണ്. ഇതിന് ഇവന്മാർക്ക് ഇത് കിട്ടണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഒരു കൂട്ടം ആളുകളെല്ലാം ചെയ്തു കൊടുത്തിട്ട് 100-ൽ 99 കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് 100ാമത്തെ ഒരു കാര്യം ചെയ്തു കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാർക്ക് അങ്ങ് പൊട്ടിയിളകി. ഇന്നിപ്പോൾ 100 കാര്യത്തിൽ 10 കാര്യം പോലും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കഴിവുകെട്ട പിടിപ്പുകേടുള്ളൊരു ഭരണപക്ഷം ഇരിക്കുമ്പോൾ ആരെ കുറ്റം പറയാൻ പറ്റും? ഇനി പിണറായി വിജയനെ കുറ്റം പറയാൻ പറ്റില്ല. പിണറായി വിജയൻ ശരിയായിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിണറായി വിജയൻ ശരിയായിരുന്നു എന്ന് പറയുമ്പോഴും വലിയ വിമുഖതയാണ്
വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്താലേ പൂക്കികളെ ഇനി എങ്ങനെ മാറ്റി പറയാമെന്നുള്ളൊരു വിഷമമുണ്ട്. എടാ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിൻ്റെയൊക്കെ പൂക്കികൾ പൂക്കി മക്കൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾ ഇത് ജനങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങളെല്ലാം ഇന്ന് പട്ടിണിയും പരിവട്ടവുമായിട്ട് ഒരാളുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരിക്കുകയാണ്. വൻകിട മുതലാളിമാർ വരെ തെണ്ടി കുത്തുവാള എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബെക്കാടി മുതലാളിമാരൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ജീവിക്കുകയും ചെയ്യും. കേരളത്തിലെ ജനങ്ങളെ അങ്ങ് ബാർലി വെള്ളം കുടിപ്പിച്ച് കിടത്താമെന്നാണോ സതീശൻ ജി വിചാരിക്കുന്നത്? അത് നടക്കില്ല. ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്യും.